കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുവചനത്തിന്റെ മറവിൽ നിൽക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി 1-2 ചിന്തകൾ മാത്രം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വിഭിന്നമായി യോഹന്നാൻ യേശുവിന്റെ മഹത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ സുവിശേഷത്തിൽ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 9-ാം വാക്യം നാം പഠിക്കുമ്പോൾ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വചനം ക്രിസ്തുവിന്റെ രൂപത്തിൽ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നു. അതുകൊണ്ട് യേശു വന്നത് വെളിച്ചത്തിന് സാക്ഷി നിൽക്കുവാനാണ്. ആ യേശു ലോകത്തിലേക്ക് വന്നതുകൊണ്ട് ഈ യേശുവിന്റെ സാന്നിധ്യം നമ്മൾ വെളിച്ചം ഉള്ളവരായി തീരണം. ഈ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മിൽ നിന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും അത് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായി വീണ്ടും അവൻ നമ്മോട് പറയുകയാണ്, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെക്കുറിച്ചാണ് ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ നമ്മോട് കൂടെ ഉണ്ടായിട്ടും നമുക്കവനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല. നാം പലപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ യേശുവിനെ അവിശ്വസിക്കുന്ന ഒരു തലമുറയായിട്ട് നാം തീരുകയാണ്. നാം നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ മറ്റ് പല വഴികളിലൂടെയും നാം ഓടിപ്പോകുന്ന ഒരു ജനതയെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യോഹന്നാൻ ശക്തമായി പറയുന്നു, അവൻ നമ്മോട് കൂടെ ഉണ്ട്. ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ അവൻ ഉണ്ട്. എന്നാൽ അവനെ നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചില്ല എന്ന്. പിന്നീട് വീണ്ടും പറയുകയാണ്, അവൻ വന്നത് മനുഷ്യനായി, ജഡമായി അവതരിച്ചത് സ്വന്തം ജനതയ്ക്ക് നടുവിലാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും അത് വ്യക്തമായി കാണുന്നുണ്ട്. ലോകത്തിലെ സൃഷ്ടാവായ ദൈവം ജഡമായി തീർന്ന് തന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തിന്റെ നടുവിലെത്തിയപ്പോൾ അവൻ മശിഹായാണെന്ന് അംഗീകരിക്കുവാൻ, ആ മശിഹായെ സ്വാഗതം ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അവനെ വിശ്വസിക്കുന്ന, അവനെ കൈക്കൊള്ളുന്ന, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നാം ഓരോ ക്രിസ്ത്യാനികളും അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ഇടയിലേക്ക് ജഡം ധരിച്ച് മനുഷ്യനായി അവതരിച്ച ഈ ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതിൽ നിന്ന് നാം ഓരോരുത്തരും കാണുന്നത്, യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് കഴിയണം, അവനെ അനുഗമിക്കുവാനായിട്ട് കഴിയണം, ഏത് കഷ്ടതയിലും അവന്റെ ക്രൂശ് എടുക്കുവാനായിട്ട് കഴിയണം, പാപങ്ങൾ ഏറ്റുപറയണം, നമ്മൾ അനുതപിക്കണം, അവന്റെ ശരീരത്തിന്റെ ഭാഗമാകണം, ഭൂതാശ സമർപ്പിതമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്താൽ ദൈവമക്കളെന്ന് അപ്പോൾ നാം അറിയപ്പെടും. ലോകം നമ്മളെ കുറിച്ച് പറയും. അവനെ അനുസരിച്ച് അവന്റെ ജീവിതത്തിലെ അനുസൃതമായി അവനെ നോക്കിക്കൊണ്ട് കടന്നു പോകുമ്പോൾ ലോകം നമ്മളെ പറയും, ഇവൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനെന്ന്. ദൈവം യേശുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കി വിശ്വസിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഈ നോയമ്പുകാലം നമുക്ക് ഏറ്റവും ധന്യമുള്ളതായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ഈ നോയമ്പുകാലത്തിൽ യേശുവിനോട് കൂടുതൽ അടുക്കുവാൻ, യേശുവിനെ കൂടുതൽ വിശ്വസിച്ച് ഇവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി തീരുവാൻ, ഞാൻ ഈ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ, ഈ വെളിച്ചത്തിൽ, ഇവന്റെ സാന്നിധ്യത്തിൽ ഇവനെ വിശ്വസിച്ചുകൊണ്ട് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ നോയമ്പുകാലത്തിൽ അവന്റെ സന്നിധിയിലെ ഏറ്റവും അടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.